സോ ഇനി നമുക്ക് അതിൻ്റെ ബാക്കി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കാർപ്പഗോണിയത്തിൻ്റെ സ്ട്രക്ചറാണ്. ദിസ് ഇസ് കാർപ്പഗോണിയം. കാർപ്പഗോണിയം ഒരു ഫിലമെൻറ്റിനകത്താണ് ഉണ്ടാവുക, ട്രൈക്കോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലമെൻറ്റ്. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച സെയിം സാധനം. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കാർപ്പഗോണിയാണിത്. കാർപ്പഗോണിയത്തിൽ യൂഷ്വലി ഫെർട്ടിലൈസേഷൻ നടന്നു. ഇപ്പോൾ ട്രൈക്കോഗൈനിൽ സ്പെർമേഷ്യം വന്ന് അറ്റാച്ച് ചെയ്ത സ്പെർമേഷ്യം ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തു, ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായി. ഓക്കെ, ഈ ബ്ലാക്ക് 1 അഥവാ ഡിപ്ലോയിഡ് സൈഗോട്ട് ഒന്നുള്ളൂ എന്നായിരുന്നു. ഇവിടെ ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായി. ഈ സമയത്താണ് താഴെയുള്ള സെൽസ്, സപ്പോർട്ടിംഗ് സെൽസിൽ 1 ജസ്റ്റ് ബിലോ ദിസ് കാർപ്പഗോണിയം വിൽ ആക്ട് ഓക്സിലറി സെൽസ് ആയിട്ട് ആക്ട് ചെയ്തു. ലേറ്റർ എന്താ നടന്നത്? കണക്ഷൻ, എ ട്യൂബുലാർ കണക്ഷൻ വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ദിസ് 2 സെൽസ്. ഓക്സിലറി സെല്ലും കാർപ്പഗോണിയവും തമ്മിൽ ട്യൂബുലാർ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ ബിഫോർ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഈ സെൽസുകളൊക്കെ എന്തായിരുന്നു? ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആയിരുന്നു അല്ലേ? അവിടെ ഫെർട്ടിലൈസേഷൻ ഒന്നും നടക്കണില്ലല്ലോ, അതിനർത്ഥം അത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആയിരുന്നു എന്നാണ്. സോ ഈ ഹാപ്ലോയിഡ് സെൽസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ട്യൂബുലാർ കണക്ഷന് ശേഷം ഈ മോളിലുള്ള സൈഗോട്ട് ഡിവൈഡ്സ് മൈറ്റോട്ടിക്കലി ടു ഫോം 2 ന്യൂക്ലിയസ്. അപ്പോൾ ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള 2 ന്യൂക്ലിയസ് ആണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത്. വെൻ ദ സൈഗോട്ട് ഡിവൈഡ്സ് ഇൻ ടു 2, ഇവിടെ ഉണ്ടായിരുന്ന ഓക്സിലറി സെൽസിൽ ഉണ്ടായിരുന്ന ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഡീജനറേറ്റ് ചെയ്ത് പോകും. അതാണ് ഞാനിങ്ങനെ ഡോട്ടിലിട്ടത്. ഇപ്പോൾ അത് ഡീജനറേറ്റ് ചെയ്ത് പോയി. ഈ സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും ന്യൂക്ലിയസ് ഉണ്ട്, ഇവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ഇവർക്കുണ്ട്, നമ്മുടെ കാർപ്പഗോണിയത്തിനും ന്യൂക്ലിയസ് ഉണ്ട്. ഈ സമയത്ത് ആർക്കാണ് ന്യൂക്ലിയസ് ഇല്ലാതിരുന്നത്? ഇപ്പോൾ നമ്മുടെ ഓക്സിലറി സെൽസിനില്ല. ആ ഓക്സിലറി സെല്ലിന് ഒരു ന്യൂക്ലിയസ് കൊടുക്കും. ആര്? ഈ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതിൽ ഒരു ന്യൂക്ലിയസ് വിൽ മൂവ് ത്രൂ ദിസ് ട്യൂബ് ടു ദി ഓക്സിലറി സെൽ. ഓക്സിലറി സെല്ലിലേക്ക് എത്തിക്കഴിഞ്ഞു. നൗ ഈ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന സംഭവമാണ് ഈ ട്രൈക്കോഗൈനും അതേപോലെ തന്നെ ഈ കാർപ്പഗോണിയത്തിൻ്റെ സൊള്ളൻ ബേസും ന്യൂക്ലിയസും ഒക്കെ എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇനി കാര്യങ്ങൾ മുഴുവൻ കൊണ്ട് നടത്തുന്നത് ആരാണ്? ഈ ഓക്സിലറി സെൽ വിത്ത് ദിസ് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ്. ഇതാണ് നടക്കുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ ഡീജനറേറ്റ് ന്യൂക്ലിയസ് ഓഫ് ദി ഓക്സിലറി സെൽ, ദെൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നൗ ഇറ്റ്സ് ഓവർ. ഇനി കാർപ്പഗോണിയയും അതേപോലെ തന്നെ ട്രൈക്കോഗൈനും ഡീജനറേറ്റ് ചെയ്യുന്നു. ഞാൻ എഴുതിയിട്ടുണ്ട് സീരീസ് ഓഫ് ഇവൻറ്റ്സിൽ. നെക്സ്റ്റ്, ന്യൂക്ലിയസ് ഓഫ് ദി ഓക്സിലറി സെൽസ് ഡിവൈഡ്സ്. അഥവാ ഈ കാർപ്പഗോണിയത്തിൽ നിന്നും വന്നിട്ടുള്ള ഈ ന്യൂക്ലിയസ് ഓക്സിലറി സെല്ലിൽ വെച്ച് മെനി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ ഞാൻ ഒരുപാട് അടയാളപ്പെടുത്തിയിട്ടില്ല. മെനി ന്യൂക്ലിയസ് ഉണ്ടാവും. ഇവിടെ ഞാൻ 4 അടയാളപ്പെടുത്തിയെന്നുള്ളൂ. ഈ സമയത്താണ് ഓക്സിലറി സെൽസിൽ നിന്നും ചില ബ്രാഞ്ചസ് എറൈസ് ചെയ്യുക. ഈ ബ്രാഞ്ചസിനെയാണ് ഗോണിമോബ്ലാസ്റ്റ് ഇനീഷ്യൽസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഗോണിമോബ്ലാസ്റ്റ് ഇനീഷ്യൽ ലൈറ്റർ വിൽ ഫോം എ ഫിലമെന്റ് ലൈക്ക് സ്ട്രക്ചർ. ഒരു ഫിലമെന്റ് ആയിട്ട്, വലിയൊരു ഫിലമെന്റ് ആയിട്ട് തന്നെ മാറും. To this filament, this divided auxiliary nucleus, ഓക്സിലറിയിലുള്ള ഈ ഡിവൈഡഡ് ന്യൂക്ലിയസ്, ഈ ഓക്സിലറി സെൽത്തെ ന്യൂക്ലിയസ് ഏതാന്നാ പറഞ്ഞത്? കാർപ്പഗോണിയത്തിനകത്തുണ്ടായിരുന്ന ഡിപ്ലോയിഡ് സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയസ്. അത് വീണ്ടും ഇവിടെ മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്ത് ഒരുപാട് എണ്ണം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ ഗോണിമോബ്ലാസ്റ്റ് ഫിലമെന്റ്സിലേക്ക് എൻ്റർ ചെയ്യും. നിങ്ങൾ അസ്കോജീനസ് ഹൈഫെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. അസ്കഗോണിയത്തിൽ നിന്നും അസ്കഗോണിയൽ ഫിലമെന്റ്സ് വരും. ആ ഫിലമെന്റ്സിലേക്ക് ഡൈക്കാരിയോട്ടിക് ആയിട്ടുള്ള ന്യൂക്ലിയസ് മൂവ് ചെയ്യും. അതേപോലെ ഇവിടെയുള്ള ന്യൂക്ലിയസുകൾ ഈ ഫിലമെന്റിലേക്ക് മൂവ് ചെയ്യും. ഫിലമെന്റിലേക്ക് മൂവ് ചെയ്ത് അതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ടിപ്പിലേക്ക്, ന്യൂക്ലിയസ് ഏറ്റവും ടിപ്പിലേക്ക് പോകും, ഫിലമെന്റിന്റെ ഏറ്റവും ടിപ്പിലേക്ക് പോകും. അപ്പം ഇതിനെയാണ് ഗോണിമോബ്ലാസ്റ്റ് ഫിലമെന്റ് എന്ന് പറയാം. ഈ ടിപ്പിലുള്ള ഈ ന്യൂക്ലിയസോട് കൂടിയിട്ടുള്ള ഈ സ്ട്രക്ചർ അതൊരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറായിട്ട് മാറും. ടിപ്പ് ഓഫ് ദി ഗോണിമോബ്ലാസ്റ്റ് ഇനീഷ്യൽ കാർപ്പോസ്പൊറാഞ്ചിയം എന്ന് പറയുന്ന കാർപ്പോസ്പോറിനെ ബിയർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറായിട്ട് മാറും, അഥവാ സാക്ക് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറും.
ആൻഡ് ഈ ഏറ്റവും ടിപ്പിലുള്ള ന്യൂക്ലിയസ് അഥവാ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണല്ലോ. ദിസ് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് വിൽ ട്രാൻസ്ഫോം ഇൻ ടു എ ഡിപ്ലോയിഡ് സ്പോർ വിച്ച് ഇസ് നോൺ ആസ് കാർപ്പോസ്പോർ. അപ്പോൾ എങ്ങനെയാണ് കാർപ്പോസ്പോർ ഡിപ്ലോയിഡ് ആയി എന്നുള്ളത് മനസ്സിലായോ? ബിക്കോസ് ദർ ഇസ് നോ മിയോട്ടിക് ഡിവിഷൻ ത്രൂ ഔട്ട് ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിലൊന്നും മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കാർപ്പോസ്പോർ ഇസ് ഡിപ്ലോയിഡ് which is produced inside a sac-like structure which is known as carposporangia, and the plant part which bears the whole structure is known as carposporophyte. That I will explain later. So ഇവിടെ നിന്നിട്ടുള്ള സീരീസ് ഓഫ് ചേഞ്ചസ്. ഇപ്പോൾ ചില ഫിലമെൻറ്റ്സ് ഓക്സിലറി സെൽസ് അഥവാ ജസ്റ്റ് ബിലോ ആയിട്ടുള്ള ഈ ഓക്സിലറി സെല്ല് ഇനി അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ സെൽസിനെയാണ് സപ്പോർട്ടിങ് സെൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിലമെൻറ്റ്സ്, ഓക്സിലറി സെല്ല്, സപ്പോർട്ടിങ് സെല്ല് ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് സെല്ല് ഉണ്ടാകും. അതിനെയാണ് എല്ലാം കൂടി ചേർന്ന ഈ സെൽസിനെ പറയുന്ന പേരാണ് പ്ലാസെന്റൽ സെൽസ്. ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ പ്ലാസെന്റൽ സെൽസ് ഈ പ്ലാസെന്റൽ സെൽസ് അഥവാ അതിലെന്തൊക്കെയുണ്ട്? ഗോണിമോബ്ലാസ്റ്റ് ഇനീഷ്യൽസ് ഉണ്ട്, ഗോണിമോബ്ലാസ്റ്റ് ഫിലമെന്റ്സ് ഉണ്ട്, സപ്പോർട്ടിംഗ് സെൽസ് ഉണ്ട്, ഓക്സിലറി സെൽസ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ ഹോൾ സ്ട്രക്ചർ വിൽ ഫോം ആൻ ഏൺ ഷേപ്ഡ് സ്ട്രക്ചർ. ഒരു ഏൺ ഷേപ്ഡ് പോലത്തെ ഒരു കുടം പോലത്തെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സിസ്റ്റോകാർപ്പ് ഓർ കാർപ്പോസ്പോറോഫൈറ്റ്. ദിസ് ഈസ് ദാറ്റ് ഏൺ ഷേപ്ഡ് സ്ട്രക്ചർ. ഒരു ഏൺ ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ സ്ട്രക്ചറിന് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഓപ്പണിങ്ങിൻ്റെ പേരാണ് ഓസ്റ്റിയോൾ ആൻഡ് വിച്ച് ഇസ് പ്രൊട്ടക്റ്റഡ് ബൈ എ കവറിംഗ് വിച്ച് ഇസ് നോൺ ആസ് പെരികാർപ്പ്, ആൻഡ് ഇന്നർ ടു ദാറ്റ് യു ക്യാൻ സീ കാർപ്പോസ്പോറാൻജിയം. ഇൻസൈഡ് ദ കാർപ്പോസ്പോറാൻജിയം ഇസ് കാർപ്പോസ്പോർ. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സാധനത്തിനെ മൊത്തം ആർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ വരികയാണ്, ഒരു പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചർ വരികയാണ്. ആ പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചറിനകത്താണ് ഇപ്പോൾ ആര് കിടക്കുന്നത്? കാർപ്പോസ്പോറാൻജിയും അതിനകത്തുള്ള കാർപ്പോസ്പോറും ഉള്ളത്. ഇതിന് കാർപ്പോസ്പോർ ബ്രേക്ക് ചെയ്യാനുള്ള ഹോളാണ്, ലിബറേറ്റ് ചെയ്യാനുള്ള ഹോളാണ് ഈ ഓസ്റ്റിയോൾ എന്ന് പറയുന്നത്. ഇതതിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ്. അപ്പോൾ സിസ്റ്റോകാർപ്പ് എന്താ അല്ലെങ്കിൽ കാർപ്പോസ്പോറോഫൈറ്റ് എന്താന്ന് ചോദിക്കാറുണ്ട്. എന്താ കാർപ്പോസ്പോറോഫൈറ്റ്? കാർപ്പോസ്പോറോഫൈറ്റ് ഇസ് എ ഡിപ്ലോയിഡ് ഫേസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് Polysiphonia, where it bears inside a sac which is known as carposporangium. Inside is the diploid spore which is known as carpospore, which are formed by the fusion of filaments, auxiliary cells, supporting cells, and whole structure which forms an urn-shaped structure. This whole urn-shaped structure which is known as carposporophyte or cystocarp. Okay. അപ്പോൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഇതേ സ്ട്രക്ചർ നിങ്ങൾ എവിടെയും പഠിച്ചിട്ടുണ്ട്. അസ്കോമൈക്കോട്ടിനയുടെ താലസ്, ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അസ്കോജീനസ് ഹൈഫൈഡ് എങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോതീസിയം എന്നൊക്കെ പറയുന്ന സാധനം ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ ഡൈക്കാരിയോട്ടിക് മൈസീലിയം ഫോം ചെയ്തതിന് ശേഷം പിന്നീട് ആ ഹോൾ സ്ട്രക്ചർ എല്ലാം കൂടി ഒരു കവറിങ് പോലെ കാണപ്പെടുന്ന പറയണത് അല്ലേ? അങ്ങനെ ആ കവറിങ് പോലെ ഫോം ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ. അപ്പോൾ ഇവിടെയും ഇതേപോലെ തന്നെ സ്പോറുകളാണുള്ളത്. ആ സ്പോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ്. അതിൻ്റെ ഷേപ്പ് ഒരു ഏൺ ഷേപ്പ്ഡ് ആണ്, URN, ഏൺ ഷേപ്പ്ഡ് സ്ട്രക്ചറാണ്. അതിനെയാണ് സിസ്റ്റോകാർപ്പ് അല്ലെങ്കിൽ കാർപ്പോസ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് റെപ്രസെൻറ്റ്സ് ദ സെക്കൻഡ് ഫേസ് ഓഫ് ദിസ് ആൽഗെ. ഈ ആൽഗയുടെ രണ്ടാമത്തെ ഫേസ്. ഫസ്റ്റ് ഫേസ് ഇസ് ദ ഗാമറ്റോഫൈറ്റിക് ഫേസ് വിച്ച് ഇസ് ദ താലസ്. Then the second phase is the carposporophyte എന്ന് പറയുന്ന സിസ്റ്റോകാർപ്പുള്ള സ്ട്രക്ചർ. നെക്സ്റ്റ് എന്താ? ത്രൂ ദിസ് ഓസ്റ്റിയോൾ കാർപ്പോസ്പോർസ് ലിബറേറ്റ്സ്. they germinate to form another phase in the life cycle of this algae which is known as tetrasporophyte, which is also diploid. Phase is diploid, this tetrasporophyte. The features of the tetrasporophytes are they are free living, resembles with the main thallus, gametophytic thallus exact similarity ഉണ്ട്. എക്സെപ്റ്റ് ഗാമറ്റോഫൈറ്റിക് താലസിൽ ഗ്യാമേറ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുക, അഥവാ ആന്ത്രിഡിയോ ഊഗോണിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്പെർമേഷ്യോ കാർപ്പഗോണിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ ടെട്രാസ്പോറോഫൈറ്റിനകത്ത് ടെട്രാസ്പൊറാഞ്ചിയയും ടെട്രാസ്പോറുമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. So it is a free living, resembles gametophyte in all aspect, except it will not produce the gametes. Instead of that they will produce carpospores. Okay,
their arrangement of tetraspores arrangement of the tetraspore is tetrahedral. That's why it is known as tetrasporophyte. സോ ടെട്രാസ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ, അപ്പോൾ കാർപ്പോസ്പോർ ജെർമിനേറ്റ് ചെയ്തു, ടെട്രാസ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായി. ഈ സ്ട്രക്ചർ ലേറ്റർ ഇൻ ദെയർ ലൈഫ് സൈക്കിൾ ദേ വിൽ ട്രാൻസ്ഫോം some of the cells will form tetraspore mother cell. ആ ടെട്രാസ്പോർ മദർ സെല്ലിൽ നിന്ന് ടെട്രാസ്പോർസ് മിയോസിസ് നടന്നിട്ട് ടെട്രാസ്പോർ ഉണ്ടായി. സോ നൗ ദ ഫേസ് ഷിഫ്റ്റഡ് ടു ഹാപ്ലോയിഡ് അല്ലേ. ഇതുവരെയൊക്കെ ഡിപ്ലോയിഡ് ആയിരുന്നു. തേർഡ് ഫേസ് ടെട്രാസ്പോറോഫൈറ്റ്, അതിന് ശേഷം മിയോസിസ് നടന്നു, ടെട്രാസ്പോർസ് ഉണ്ടായി. ഈ ടെട്രാസ്പോർസ് എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്യും. ജെർമിനേറ്റ് ചെയ്തതിന് ശേഷം എന്തായിട്ട് മാറും? നമ്മുടെ ഗാമറ്റോഫൈറ്റിക് താലസ് ആയിട്ട് മാറി. അപ്പോൾ ഗാമറ്റോഫൈറ്റിക് താലസ് ഹാപ്ലോയിഡ് ആയിരുന്നു, ടെട്രാസ്പോറിസ് ഹാപ്ലോയിഡ്. അപ്പോൾ ഡയറക്റ്റ് ജെർമിനേറ്റ് ചെയ്യുന്നു, ഡിപ്ലോയിഡ് സൈക്കോട്ട് ഉണ്ടാകുന്നു. സോ ലൈഫ് സൈക്കിൾ ട്രൈഫേസിക് ആണെന്നാണ് പറയുന്നത് അല്ലേ. ഹാപ്ലോയിഡ് ഫേസും ഡിപ്ലോയിഡ് ഫേസും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ട്രൈഫേസിക് ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിളാണ് നമ്മളുടെ പോളിസൈഫോണിയക്ക് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളൊരു ലൈഫ് സൈക്കിൾ വരയ്ക്കുകയാണെന്നുവെങ്കിൽ പോളിസൈഫോണിയ വരയ്ക്കും. പോളിസൈഫോണിയയുടെ ഗാമറ്റോഫൈറ്റ് N, അന്ന് സ്പെർമേഷ്യ അല്ലെങ്കിൽ സ്പെർമറ്റാൻജിയം കാർപ്പഗോണിയം, സ്പെർമേഷ്യ എഗ്, ഫെർട്ടിലൈസേഷൻ, ഡിപ്ലോയിഡ് സൈക്കോട്ട്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ്, ദെൻ കാർപ്പോസ്പോറോഫൈറ്റ്, ദെൻ കാർപ്പോസ്പോർ ലിബറേറ്റ് ചെയ്തിട്ട് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെട്രാസ്പോറോഫൈറ്റ്, ദെൻ ടെട്രാസ്പോറോഫൈറ്റ് മിയോസിസ്, ടെട്രാസ്പോർ, ദെൻ പോളിസൈഫോണിയ. മുകളിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എന്താ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും എസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞ ആ രണ്ട് സാധനങ്ങൾ. അപ്പോൾ എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ആ ഗാമറ്റോഫൈറ്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എന്തുണ്ടാവുക? ഗാമറ്റോഫൈറ്റ് എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡായിട്ട് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പുതിയ താലസ് ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അതാണ് ഗാമറ്റോഫൈറ്റ്. ടെട്രാസ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർ ടെട്രാസ്പോർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു എസെക്ഷൽ സ്പോറാണ്. പിന്നെ മറ്റേ ഇതിനകത്തുള്ള സ്ട്രക്ചർ അല്ലല്ലോ, നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള സാധനങ്ങളല്ലേ, അഥവാ സൈഗോട്ടിന് ശേഷം വരുന്ന സംഭവങ്ങളാണിത്. അതേപോലെ തന്നെ കാർപ്പോസ്പോറോഫൈറ്റും. ഇപ്പോൾ കാർപ്പോസ്പോറോഫൈറ്റ് എന്താ, ടെട്രാസ്പോറോഫൈറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ടെട്രാസ്പോറോഫൈറ്റിന് ഒരു എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കാർപ്പോസ്പോറോഫൈറ്റിനും ഒരു എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പോളിസൈഫോണിയയുടെ ലൈഫ് സൈക്കിൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആൽഗൽ ടോപ്പിക്ക് തീർന്നു. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് അത് നമ്മുടെ സെമിനാർ. നെക്സ്റ്റ് നമ്മൾ ബ്രയോഫൈറ്റിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സും 3 ടൈപ്പും നോക്കാനുണ്ട്.